ചില ഫോട്ടോസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കാറില്ല ഈ ഫോട്ടോ ഒന്ന് 3D എഫക്റ്റിലേക്ക് കിട്ടണമെങ്കിൽ അല്ലേ? അതായത് ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ കുറേ ഫോട്ടോസ് സ്റ്റോറി ഇടാതെ ഒഴിവാക്കണം. എന്താ ആ ഫോട്ടോ അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടാനൊരു താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ എനിക്കൊരു ഫോട്ടോ എടുത്തു തന്നെ, അപ്പൊ എനിക്ക് ആ സ്റ്റോറി ഇടുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കണം ഈ ഫോട്ടോ ഇങ്ങനെ ഇടാനൊരു താല്പര്യമില്ല, ഒരു 3D എഫക്റ്റ് കൊടുക്കണം. ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ എന്താ വരിക? 3D എഫക്റ്റ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു ഫോട്ടോ അല്ല ഞാൻ അപ്പൊ എന്നോട് പറയണേ ഇപ്പൊ ഈ ഫോട്ടോ എനിക്ക് 3D ആക്കി കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വരുമല്ലോ. വെബ്സൈറ്റോ എന്റെ മൈൻഡിൽ പറയുന്നത് വേറെ ഒന്നാണ്. സിമ്പിൾ ആണത്, എല്ലാരും ഫോണിലും ഉണ്ടാവുന്ന ഒരു കാര്യം. എനിക്ക് ക്ലൂ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഗൂഗിളിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ തന്നെ പറഞ്ഞു, ഗൂഗിളിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ ഫോട്ടോസ്. ഗൂഗിൾ ഫോട്ടോസിൽ ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ലേ? അതായത് നമ്മൾ എടുത്ത ഒരു ഫോട്ടോ, ഓൾറെഡി എടുത്തു കഴിഞ്ഞ ഒരു ഫോട്ടോ എങ്ങനെ 3D രൂപത്തിലേക്ക് മാറ്റാം എന്നാണ് ഞാനും പറയാൻ വരുന്നത്. ഗൂഗിൾ ഫോട്ടോസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലസ് കാണാൻ പറ്റും. ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സിനിമാറ്റിക് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ടി ഫോട്ടോസ് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് 3D ഫോട്ടോസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാണോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, വർക്കൗട്ട് ആവില്ല എന്ന് അറിയില്ല. സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനും കെൻവിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും.